അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇതൊരു പണ്ഡിതൻ തലപ്പാവെല്ലാം കെട്ടി പണ്ഡിത വേഷധാരി എന്ന് പറയാം ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ. ആദ്യകാലത്ത് ഇദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. അതാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. അദ്ദേഹം അള്ളാഹുവിൽ നിന്നാണ് എല്ലാ കാര്യവും, അള്ളാഹുവിനാണ് ഇബാദത്ത്, അതിൻ്റേതായിരിക്കുന്ന അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് എല്ലാ ഉത്തരവ് കിട്ടുകയും അതുപോലെ പ്രതിഫലം കിട്ടുകയും അതുപോലെ നമ്മൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നുള്ള ആ രീതിയിലുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അദ്ദേഹം വളരെ മാറ്റത്തിലേക്ക് വന്നത്. അദ്ദേഹം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ജിന്ന് മജ്‌ലിസിനെയാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഹായ്, ഞാനിപ്പോൾ ഇത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ ഭാഗത്താണ്. അപ്പോൾ ജിന്നുകളുടെ സഹായമുള്ള ഒരു മസ്ജിദ്, ഇങ്ങനെ ഒരു മസ്ജിദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവിടെ നടക്കുന്ന ജിന്ന് മഹ്ലറ മജ്‌ലിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ മജ്‌ലിസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈശാചികമായും അതേപോലെ തന്നെ മാനസികമായും ഒക്കെ എന്തെങ്കിലും പ്രയാസമുള്ളവർക്ക് ഒരു ചികിത്സ നടത്തുന്ന ഒരു മജ്‌ലിസാണ്. അപ്പോൾ ആ മജ്‌ലിസ് എല്ലാ ഞായറാഴ്ചയും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാനിത് കേട്ടറിഞ്ഞാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു മജ്‌ലിസ് നടത്തുന്നത് ഖുർആൻ പഠിച്ച കുറെ പണ്ഡിതന്മാരാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ മജ്‌ലിസ്, അതേപോലെ തന്നെ ആ ചികിത്സയും ഒക്കെ നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ മജ്‌ലിസ് നടക്കുന്ന സമയത്ത് ഈ അസുഖം എന്തെങ്കിലും ഉള്ള ആൾക്കാർ അവർ പെട്ടെന്ന് എന്താ പറയുക ഇളകുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മജ്‌ലിസ് നടക്കുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണം. കൂടാതെ തന്നെ ഈ മജ്‌ലിസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കാനും മറക്കരുത്. ആ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് സംശയങ്ങൾക്കും ഒരുപാട് മാനസികമായി ഇതെന്താണ് എന്ന തോന്നലുകൾക്കും വിരാമം ഇടുകയാണ് ഇന്നത്തെ ഈ മജ്‌ലിസ്. ഇവിടെ നടന്ന കഴിഞ്ഞ മജ്‌ലിസുകളിൽ ഇവിടുത്തെ അത്ഭുതങ്ങൾ, ഇവിടുത്തെ അനുഭവങ്ങൾ ഓരോരുത്തരും പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരം നേടിയപ്പോൾ ചെറുതായിട്ടെങ്കിലും ചില സംശയങ്ങൾ ചില ആളുകളുടെ മനതാരിൽ ഉടലെടുത്തു. ഇന്നത്തെ മജ്‌ലിസിൽ അൽഹംദുലില്ലാ മുമ്പ് വന്ന് മജ്‌ലിസിൽ അനുഭവിച്ചവർ അവർക്കുണ്ടായ സന്തോഷകരമായ ആ ഒരു റിസൾട്ട് പറയാൻ വന്നവരായിരുന്നു ഇന്നത്തെ മജ്‌ലിസിൽ. വിദേശ രാജ്യങ്ങളിൽ പോലും ഇനി മറ്റൊരു രക്ഷയില്ല എന്ന് കരുതിയ കൊടും കേസുകളിൽ നിന്ന് പോലും വളരെ ലാഘവത്തോടെ അവർ റിലീസാവുകയും ഇവിടുത്തെ മജ്‌ലിസിലേക്ക് ഭക്ഷണം നേർച്ചയാക്കുകയും ചെയ്യുമ്പോൾ അവർ തന്നെ അത്ഭുതപ്പെടുകയായിരുന്നു. ഇത്രയും കലുഷിതമായ ഗൾഫ് രാജ്യത്തെ നിയമങ്ങൾക്ക് പോലും പടച്ചവനോടുള്ള പ്രാർത്ഥനയിൽ സലാമത്ത് കിട്ടും എന്ന് വിശ്വസിക്കുകയായിരുന്നു ഈ മജ്‌ലിസ്. ഇത് ജിന്ന് മഹ്ലറ. ജിന്നുകളെക്കുറിച്ച് വിശ്വസിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. ജിന്നുകളെക്കുറിച്ച് വിശ്വസിക്കാത്തവൻ കാഫിറാകും. ബഹുമാനമുള്ളവരെ, അദ്ദേഹം പറയുന്നത് ഇവിടെ ജിന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ കാഫിറായി പോകുമെന്ന്. അള്ളാഹുവിൻ്റെ പടപ്പുകൾ ഏതാണെങ്കിലും അള്ളാഹു പടച്ചതിനെ നമ്മൾ നിരാകരിക്കാൻ പാടില്ല. കാഫിറായി പോകുമെന്നുള്ള ഒരു അത്ര അഭിപ്രായമൊന്നും എനിക്കില്ല. അത് അത്ര ശരിയാണെന്ന് എൻ്റെ അറിവ് പ്രകാരം ഇല്ല. പിന്നെ തെറ്റാണ്. അള്ളാഹു താലാൻ്റെ ഒരുപാട് പടപ്പുകൾ സൃഷ്ടികളുണ്ടല്ലോ, അതിനെ നിരാകരിക്കൽ അള്ളാഹു പടച്ചതല്ല എന്നോ അതുപോലത്തെ അള്ളാഹു പടച്ചിട്ടില്ല എന്നോ നമ്മൾ പറയുന്നത് തെറ്റാണ്. പിന്നെ ജിന്ന് ഇല്ല എന്ന് ആരും പറയാൻ തയ്യാറല്ല. എല്ലാവരും ജിന്നുണ്ടെന്ന് അറിയുന്നവരാണ്. ജിന്നുകളും മലക്കുകളും പിന്നെ ഇൻസുകളും എല്ലാ രീതിയിലുള്ള നമുക്ക് എല്ലാം കാണപ്പെടുന്ന എല്ലാ സൃഷ്ടികളും അള്ളാഹു പഠിച്ചതാണ്. എങ്കിലും അവരെ വിളിച്ചു തേടണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. ഖുർആനിലും
ജിന്ന് സൂറത്തുണ്ട് എന്ന് പറഞ്ഞ്, അതുപോലെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞ് ജിന്നിനെ നിങ്ങൾ ഉപയോഗിച്ച് പണമുണ്ടാക്കൂ, അതിൽ നിങ്ങൾക്കുള്ളതായിരിക്കുന്ന എല്ലാ പ്രോബ്ലങ്ങളെ നിങ്ങൾ കേൾക്കണം, കേട്ട് അവിടെ നിന്നാണ് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത്. ഞാൻ അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രതിഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ജിന്നുകൾക്ക് അതിൻ്റെതായ കഴിവ് കൊടുക്കുമെന്നോ കബുറാളികൾക്ക് കഴിവ് കൊടുക്കുമെന്നോ ഖുർആനിലോ ഹദീസിലോ എവിടെയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര പറയാൻ കാരണം. ബഹുമാനമുള്ളവരെ, അത്രയ്ക്ക് ഇദ്ദേഹം അധപ്പതിച്ച് പോയി. എത്ര വലിയ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാലും അദ്ദേഹം സമ്മതിക്കുന്നില്ല. അതാണ്, അദ്ദേഹം നിർത്തുന്നില്ല. അദ്ദേഹത്തിന് കൊതിയാണ്. വളരെ ചെറുപ്രായത്തിൽ പോലും അറിവിൻ നിലാവ് അതുപോലെയുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ടാക്കി, മജ്‌ലിസുകൾ ഉണ്ടാക്കി, ഇവിടെ ഉണ്ടാക്കുന്നതായിരിക്കുന്ന പണവും അവർ ചെയ്യുന്ന ഒരുപാട് വണ്ടിയും അതും ഇതും നല്ല ആഘോഷത്തിൽ കാണുമ്പോൾ ഇദ്ദേഹത്തിനും കൊതിയായതാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളെ നശിപ്പിക്കാൻ ഇദ്ദേഹം ഇറങ്ങിയത്. പാവങ്ങളാണ് ഇതിൽ പെട്ടുപോകുന്നത്, ഉള്ളവർ ആരും പോകുന്നതല്ല. അവരുടെ എന്തെങ്കിലും ചെറുതായിരിക്കുന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ പോയി പറയാം, അതാണ് ശരി, അവിടെ എല്ലാം നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർ പെട്ടുപോകാൻ കാരണമുണ്ട്. അതുകൊണ്ട് സാധാരണക്കാർ ആരും പെട്ടുപോകരുത്, പാവങ്ങൾ തീർച്ചയായും പെട്ടുപോകരുത്. ഇദ്ദേഹത്തിനെ കൊണ്ട് വളരെ ഒരു ശല്യം ഉള്ള രീതിയിലുള്ള അവസ്ഥയാണ്. എല്ലാ പണ്ഡിതന്മാരും, ഒരുപാട് പണ്ഡിതന്മാർ ഇദ്ദേഹത്തിനെ എതിർക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഇതിനെ നിർത്താൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇൻഷാ അല്ലാഹ് നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.